ഹലോ ഗെയ്സ്, നമ്മൾ വീണ്ടും ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഗെയ്സ് നമ്മൾ കുറച്ചധികം ജമ്മു പൊട്ടിക്കുന്നതായിരിക്കും. ഗെയ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു ലൈക്ക് കൂടി ചെയ്തേക്കുക. ഞാൻ ഉദ്ദേശിച്ചത് മെയിൻ അക്കൗണ്ടിലല്ല, സെക്കൻഡ് അക്കൗണ്ടിലാണ് കുറച്ചധികം ജമ്മു സെറ്റാക്കി വെച്ചിട്ടുള്ളത്. മെയിൻ അക്കൗണ്ടിൽ നമ്മൾ 2 പാക്ക് ഓപ്പൺ ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ ഗെയ്സ് നമ്മൾ സെക്കൻഡ് അക്കൗണ്ടിലാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. വോക്കൗട്ട് ഇട്ടുമെന്നറിയില്ല. ഓക്കെ, വോക്കൗട്ട് ഉണ്ട് എന്തായാലും. നെതർലാൻഡ് അല്ല, ഇത് മനസ്സിലായി, 108ൻ്റെ പ്ലെയർ. നമ്മൾ ലിബർട്രോസ് ഇവൻ്റ് വന്നിട്ടുണ്ട്. എന്തായാലും കിടിലം പോലത്തെ കാർഡ്സൊക്കെയാണ് ഉള്ളത്. മാഴ്സലോ, റിക്കൽമി, ഗരിഞ്ച, കിടിലം പോലത്തെ കാർഡ്സാണ്. പക്ഷെ നമുക്കാരും കിട്ടുന്നത് പ്രതീക്ഷയൊന്നുമില്ല. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിൽ ആഴ്ച ജമ്മുണ്ട്. നമ്മൾ 3K ജം പാക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് തുടങ്ങാം. അത് തന്നെയാണല്ലോ ഗെയ്സ് നമ്മൾ മെയിൻ. ഇത്രയും ജമ്മ് കണ്ടുകൊണ്ട് നല്ല എന്തെങ്കിലും തരുമെന്ന് തോന്നുന്നില്ല ഗെയ്സ്. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം. അറ്റ്ലീസ്റ്റ് വോക്കൗട്ടെങ്കിലും തന്നാൽ മതിയേ, അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇതെന്തായാലും നമുക്ക് 3K ജം പാക്ക് ഓപ്പൺ ചെയ്യാം ലിബർട്രോസിൻ്റെ. ലിബർട്രോസ് നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അതുപോലെ തന്നെ ആനിവേഴ്സറിന്ന്. ഓക്കെ, ഈ വോക്കൗട്ട് ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരു വോക്കൗട്ട്. നോക്കാം. അർജൻറ്റീന റൈറ്റ് ബാക്ക് റിവർ പ്ലേറ്റ്. എനിക്കറിയില്ല ഇത് ആരാണ്. ഓക്കെ, ഈ 110ൻ്റെ മോൺഷരാണ്. ഇനിയിപ്പം കാര്യമായിട്ട് ഓപ്പൺ ചെയ്യാമെന്നില്ല. ബാലൻഡിയർ ഉണ്ട് കേസ്, അതിൻ്റെ കാര്യം മറന്നുപോയി. ഈ ബാലൻഡിയർ ഓപ്പൺ ചെയ്യാൻ എന്തായാലും 3K ജം പാക്ക് നോക്കാം കേസ്. എമാലിൻ്റെ കാർഡൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ശുഭമായിട്ട് തുറന്നിട്ടുണ്ട്. കേസ് നമ്മളെന്തായാലും ഈ തേച്ച് വിട്ടിട്ടുണ്ട്. ആരെയും നന്ദിയില്ല. ഓൾറെഡി ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കേസ്. ഇത് കാര്യമായിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന്. കേസ് വോക്കൗട്ട് പോലും ഇല്ല, സെറ്റാണ് കേസ്. ഇനിയിപ്പം നമുക്ക് കുറച്ച് അൺലിമിറ്റഡ് ബണ്ടിൽസ് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് അല്ല കേസ്, നമ്മളെ ആനിവേഴ്സറിൻ്റെയും അതുപോലെ തന്നെ ലിബർട്രോസിൻ്റെയും കുറച്ച് അൺലിമിറ്റഡ് ബണ്ടിൽസ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഈ ഫസ്റ്റ് തന്നെ നമുക്ക് ആനിവേഴ്സറിന് ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. കേസ് നമുക്ക് ലക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം കേസ്. കാരണം കഴിഞ്ഞ വീക്കാന്ന് തോന്നുന്നു നമുക്ക് അർണോൾഡിനെ കിട്ടിയായിരുന്നു. ഈ വീക്കാരെ കിട്ടുമെന്ന് അറിയത്തില്ല. കേസ് മെക്സിക്കോ ആണ് സെൻട്രൽ ബാക്ക്. ഇത് 107 108ൻ്റെ പ്ലെയറാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇനി ഓപ്പൺ ചെയ്യാം. 3 ഇത് ഓപ്പൺ ചെയ്യാം, 3 ലിബർട്രോസ് ഓപ്പൺ ചെയ്യാം. ഏതിനകത്താണ് ലക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ കേസ്. നമുക്ക് നോക്കാം. കേസ് ഇതിനകത്ത് വോക്കൗട്ടില്ല. ഇനിയിപ്പോൾ അടുത്തേലും വോക്കൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. സ്റ്റിൽ നമ്മുടെ അടുത്ത് കുറേ ജമ്മുള്ളതുകൊണ്ട് നമ്മളെന്തായാലും പൊട്ടിച്ച് തീർക്കുന്നതായിരിക്കും. ഈ വീഡിയോ തന്നെ ഇത് പരമാവധി തീർക്കാൻ നോക്കുന്നതായിരിക്കും കേസ്. കാരണം അടുത്ത വീക്കിലോട്ട് പിന്നെ കാര്യമില്ലല്ലോ. കേസ് ആ പ്ലെയറെ തന്നെ വന്ന്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ലിബർട്രോസിൻ്റെ അൺലിമിറ്റഡ് ബണ്ടിൽസ് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് പ്രോബിലിറ്റി ഒരു കൂട്ടിയതൊന്നുമില്ല, 105ൻ്റെ മുകളിലോട്ട് തന്നെയാണ് ആക്കിയേക്കുന്നത്. ഓക്കെ, എന്തായാലും ഇതൊരു 3 ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ലക്കുണ്ടോ ഗെയ്സ്? ഇല്ല ഗെയ്സ്, ലക്കില്ല. കുഴപ്പമില്ല, ഇനിയൊരു 2 കൂടി ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. ബാലൻഡിയോറോ ഇല്ലെങ്കിൽ ആനിവേഴ്സറീൻ്റെ ഒരു അൺലിമിറ്റഡ് ഓപ്പൺ ചെയ്യാം. യെസ്, എഗെയിൻ 105ൻ്റെ പ്ലെയറാണ് ഇപ്രാവശ്യം. നേരത്തെ 106 തന്നായിരുന്നു. ബട്ട് ഇതിനകത്ത് ഇത് വെച്ചിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല. ഞാൻ മിക്കവാറും എക്സ്ചേഞ്ച് അടിച്ച് കളയുമായിരിക്കും. ഓക്കെ, 3ലും വോക്കൗട്ടില്ല, സെറ്റ് തന്നെ. ഒരെണ്ണം എന്തായാലും ബാക്കിയുള്ളത് നമുക്ക് നമ്മൾ ബാലൻഡിയർ പാക്ക് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഷാർട്സ് കൊടുത്ത് ആരെ എടുത്തതെന്ന് കമൻറ്റ് ചെയ്തേക്കാം.
ഗേസ് ഇതിനകത്ത് വർക്കൗട്ടും ഇല്ല, ഒന്നുമില്ല ഗേസ്. കുറച്ച് എക്സ്ചേഞ്ചുകളുണ്ട്. നമ്മളെ മോൺഷ്യൽ മച്ചാനെ നമുക്ക് വേണ്ട, നമുക്ക് ചങ്ങാൻ എന്തായാലും കളയാം. 108 പ്ലസ് പാക്കാണ് ഗേസ്, വർക്കൗട്ട് ഗ്യാരണ്ടിയാണ്. നമുക്ക് നോക്കാം ഗേസ്. ഓക്കെ, ഇംഗ്ലണ്ടാണ് സ്ട്രൈക്കർ. ഗേസ് പറ്റിച്ചിട്ടുണ്ട് എന്തായാലും. 108 തന്നെയാണോ? ഗേസ് 108 പ്ലെയർ തന്നെയാണ് ഗേസ്. നമുക്ക് എന്തായാലും 3K ജംപ് പാക്ക് ഓപ്പൺ ചെയ്ത് തുടങ്ങാം. കിട്ടില്ല കാർഡ്സൊക്കെ ഇരിപ്പുണ്ട് ഗേസ്. ഞാൻ റൈറ്റ് ബാക്കായിട്ട് അർണോൾഡിനെയോ ഫ്രിംപോങ്ങിനെയോ പിന്നെ സെൻറ്റർ മിഡായിട്ട് ഡിബ്രൂയിനെ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഷാർട്സ് കൊടുത്ത് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഇംഗ്ലണ്ട് ലെഫ്റ്റ് വിങ് ഇതാരാണ്? ഗേസ് റാഷ്ഫോർഡാണ്. ഡബിൾ തന്നെയാണ് ഗേസ്. അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെ കിട്ടി എന്തായാലും. ഇനിയിപ്പം കേസ് നമുക്ക് നമ്മളുടെ ലിബർട്രോസിൻ്റെ ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞ് ബാലൻഡിയോറിന് വേണ്ടി ഓപ്പൺ ചെയ്യാനേ ഉള്ളൂ ഇതിനകത്ത് ജെമ്മ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിബ്രൂയിന് 800 ഷാർഡ്, അർണോൾഡിന് ഫ്രിംപോങ്ങിന് 2 പേർക്ക് 800 ഷാർഡാണ്. 112 റേറ്റിംഗ് ആണ് വരുന്നത്. ഓക്കെ, എടുക്കണോ വേണ്ടിയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇത് നിങ്ങൾക്ക് ബാലൻഡിയോറിൻ്റെ ഇത് 2 ഓപ്പൺ ചെയ്യാം ഗേസ്. കാരണം ഒറ്റയടിക്ക് 3K കളയുന്നതിനെക്കാട്ടും നല്ലത് ഇത് ഓപ്പൺ ചെയ്യുന്നതാണ്. ഗേസ് എന്തായാലും വർക്കൗട്ടില്ല, പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഗേസ് ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, വർക്കൗട്ട് ഉണ്ട് എന്തായാലും. ഓക്കെ, ഇത്തിരി ഗോൾ കീപ്പർ ഗേസ് ഡൊണാർമേൻ്റെ കാർഡാണ് എന്തായാലും.